നിസ്കരിക്കണം കേട്ടോ. പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത്, പ്രതിസന്ധിയിലായ സമയത്ത്, നിന്നെ ആളുകൾ ഒറ്റപ്പെടുത്തിയ സമയത്ത് നീ ഒരു വക്ത് പോലും നിസ്കാരം കളാക്കി പോകരുത്. നാളെ പടച്ചവന്റെ കോടതിയിലേക്ക് എത്താൻ വേണ്ടി ആദ്യപടിയായ ഖബറിലേക്ക് കടന്നാൽ പോലും ഖബറിൽ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം നിസ്കാരത്തെക്കുറിച്ചായിരിക്കും. എത്ര പ്രയാസപ്പെട്ടാണെങ്കിലും ശരി, നീ നിസ്കാരം ഒരു വക്ത് പോലും കളാക്കാതെ നിർവഹിക്കണം. പലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഉദിച്ചു പോകും, ഒഴുകുന്ന കണ്ണോട് പൊട്ടിക്കൊണ്ട് ഞാൻ ഇത്രയെല്ലാം പ്രാർത്ഥിച്ചിട്ട് റബ്ബ് എന്തേ എനിക്ക് പിന്നെയും പിന്നെയും ഇങ്ങനെ പരീക്ഷണങ്ങൾ തരുന്നത് എന്ന് നിന്റെ മനസ്സിൽ ചിലപ്പോഴൊക്കെ തോന്നിപ്പോയിട്ടുണ്ടാകും. എന്നാൽ അങ്ങനെയുള്ള ആളുകളോട് എനിക്കൊന്നേ പറയാനിരിക്കുന്നത്, ലാ തഖ്നതു മിർ റഹ്മത്തില്ല. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ ആരും ആശ മുറിഞ്ഞു പോകരുത്. അദ്ദുന്യ സിജ്നുൽ മൂമിൻ, ഇത് മൂമിനിന്റെ ഒരു ജയിലറയാണ്. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്ക് കൃഷിയിടമായിട്ടാണ്. ഇവിടെ നിന്നെല്ലാം കൊഴിഞ്ഞ് നാളെ പടച്ചവന്റെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ ദുന്യാവിലേക്ക് മൂമിനീങ്ങൾ അയച്ചത്. അതും കൂടി നിങ്ങൾ ഓർത്താൽ പടച്ചവന്റെ വിഷയത്തിൽ നിങ്ങൾ ആരും ആശ മുറിഞ്ഞു പോകരുത്. ഇന്ന് നീ അനുഭവിച്ച പ്രയാസങ്ങളും പ്രതിസന്ധികളെല്ലാം നാളെ പടച്ചവന്റെ കോടതിയിലാകുമ്പോൾ അത് വലിയൊരു ഐശ്വര്യമായി നിനക്ക് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അള്ളാന്റെ കാര്യത്തിൽ നിങ്ങൾ ആരും ആശ മുറിഞ്ഞു പോകരുത് മക്കളെ. ഓക്കെ.